സർവശക്തൻ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000-ങ്ങളും. എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം നൽകുന്നത് അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അറിയാം അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെ ഓരോരുത്തരുടെയും ചിന്തകൾ അറിയാം. നമ്മളെ സഹായിക്കാൻ ആർക്ക് സാധിക്കും എന്നുള്ളത് നമ്മളുടെ വീട്ടിൽ തന്നെ ചിലവരോട് നമ്മൾ പറയാറില്ല, ചിലവരോട് പറയും, ചിലവരോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കും അല്ലെ. അത് ഓരോരുത്തരുടെ മനോഗതി അനുസരിച്ചിട്ടാണ് കാര്യങ്ങള് നമ്മള് അവതരിപ്പിക്കുന്നത് അല്ലെ. ആണോ? ഇപ്പൊ നമുക്ക് നമ്മളോട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് സഹകരിക്കുമെന്നുള്ള ഒരു ചിന്ത നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരോട് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കും എന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ ആ കാര്യം തന്നെ വേറെ നമ്മളുടെ അടുത്ത് തന്നെ സ്വാധീനമുള്ള വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരാ എന്ന് വിചാരിച്ച് നമ്മൾ അവരോട് പറയില്ല. കാരണം എന്താണ്? അവരെ കുറിച്ചും നമുക്കൊരു ധാരണയുണ്ട് അല്ലെ, ഒരു അറിവുണ്ട്. ഈശോ നൽകുന്ന വചനം അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട്. ഈ അറിവ് എന്ന് പറഞ്ഞാല് മനുഷ്യർക്ക് വളരെ നിസ്സാരമായ അറിവേ ദൈവത്തെക്കുറിച്ച് അറിവുള്ളൂ. ശാസ്ത്രീയമായുള്ള അറിവല്ല മനുഷ്യർക്ക് ആവശ്യം അല്ലെ. ദൈവം നമുക്ക് ബൈബിൾ അരച്ച് കലക്കി കുടിച്ച് നമ്മള് ഇപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും വചനം ചോദിച്ച് ഇന്ന ഭാഗം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇന്ന സ്ഥലത്താണെന്ന് വളരെ ചാടി നല്ല തീഷ്ണതയോടുകൂടെ പറയുന്നുണ്ടെങ്കിലും ആ വ്യക്തിയിൽ ആ വചനം ആക്റ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. ഉണ്ടോ? ഇല്ല. കാരണം ആ വചനം അവർ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അറിവിനെ അതിശയിപ്പിക്കുന്ന ദൈവിക ജ്ഞാനം ഉണ്ടാകുക എന്നുള്ളത് ഒരു അറിവിന്റെ മറ്റൊരു തലമാണ്. അപ്പം കഴിഞ്ഞ ദിവസം സങ്കീർത്തനം ഇന്നലെ തോന്നുന്നു സങ്കീർത്തനം 119 ഒരു വചനഭാഗമാണ്. അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അത് ഇങ്ങനെയാണ്, സങ്കീർത്തനം 119 162. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു അല്ലെ. ഈ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ക്രിസ്തീയ സമൂഹം വന്നാല് എന്തൊരു ബ്ലെസ്സിങ് ആയിരിക്കും അല്ലെ. അതായത് വലിയൊരു കൊള്ള മുതൽ, വലിയൊരു സമ്പത്ത് ലഭിച്ചവനെ പോലെ കർത്താവിന്റെ വചനത്തില്
ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. സന്തോഷത്തെക്കാൾ 100 ഇരട്ടി ഉള്ള ഒരു ദൈവികമായ അവസ്ഥയാണ് എന്ത്? ആനന്ദം. ആനന്ദം. അല്ലെ? ആനന്ദം. അപ്പോ അതെ. ഈ കൊള്ള മുതലായി മാറണം നമുക്ക്. അതായത് ആർക്കും കിട്ടാത്ത ഒരു പ്രത്യേകമായ ഒരു നിധി. ഈ നിധിയാണ് നമുക്ക് ഇന്ന് വില കുറഞ്ഞ അവസ്ഥയിൽ നമ്മുടെ ജീവിതങ്ങളില്, കുടുംബങ്ങളില്, വ്യക്തിത്വങ്ങളിലൊക്കെ ഉള്ളത്. പലപ്പോഴും ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ഒരാളും എനിക്ക് സമാധാനത്തിന്റെ ഒരു വാക്ക് പറയാൻ ദൈവം അനുവദിച്ചിട്ട്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ. ദൈവം എന്നെ സമാധാനിപ്പിക്കാൻ മനുഷ്യരിൽ കൂടി ഞാൻ ഒരു ദിവസം ഭയങ്കരമായ വിഷമത്തിൽ കൂടി പോവാണ്. അപ്പൊ ഞാൻ ഓർത്തു, ഈ പ്രശ്നം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ആശ്വാസം കിട്ടുന്നില്ല. അപ്പൊ അതും പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു വിഷമമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ആയിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു. അന്നേരം ഒരു ബ്രദറിനെ എനിക്ക് മനസ്സിലോർത്തു. എന്നാ പുള്ളിനെ വിളിച്ചു, ഈ കാര്യം ഒന്ന് പറയാം. പുള്ളി എന്തെങ്കിലും ഒരു ആശ്വാസം പറയും. ഓർക്കണം, നമ്മൾ മനുഷ്യരെ, നമ്മൾ വളരെ ദുർബലരാണ്. അപ്പൊ എന്റെ ഒരു ലൈഫിലെ കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ അത്രമാത്രം വലിയ ചിന്തയോടുകൂടി ജീവിച്ചല്ലോ. പക്ഷെ എന്നെ സഹായിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് വളരെ തണുത്തുറഞ്ഞ റെസ്പോൺസ് ആയിരുന്നു. അപ്പം അതിലെനിക്ക് ഭയങ്കര അസംതൃപ്തി തോന്നി. അപ്പൊ ആ സമയത്ത് ഞാൻ എടുത്ത വചനം ഇങ്ങനെയാണ്. അഷ്ടസൗഭാഗ്യങ്ങളിലെ ഒരു വചനഭാഗമാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാകും. കാരണം എന്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ്. അസ്വസ്ഥം എന്ന് വെച്ചാല് ഞാൻ ആകെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാണെന്ന് കർത്താവ് അറിഞ്ഞു എന്ന് എനിക്കപ്പോ മനസ്സിലായി. അതായത് ശാന്തത കൈവരിക്കാനാണ് കർത്താവ് പറയുന്നത്. പക്ഷെ ഈ ഒരു ബ്രദറിനെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോ കുറച്ചു നേരം, ഒരു അരമണിക്കൂറോളം അവര് സംസാരിച്ചു. പക്ഷെ അതിൽ നിന്ന് എന്റെ ആ അരമണിക്കൂർ പോയി എന്നല്ലാതെ എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ എനിക്ക് അതിൽ നിന്നൊരു വിളിക്കണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് കിട്ടിയ ഒരു തണുത്തുറഞ്ഞതും പിന്നെ എനിക്ക് ഉപകാരപ്പെടാൻ അല്ലാത്ത, എന്റെ മനസ്സിനെ കുറച്ചും കൂടി വിഷമിപ്പിക്കുന്ന രീതിയിൽ ഉള്ളൊരു ഉപദേശം കിട്ടിയപ്പോ എനിക്ക് അത് ഭയങ്കരമായിട്ട് കുറച്ചും കൂടി വിഷമമായി. കുറച്ചും കൂടി ഓൾറെഡി ഞാൻ ടെൻഷനായിട്ടിരിക്കണേണ്. പക്ഷെ ഞാനൊരു ഒരു മാനുഷികമായ ചിന്തയിൽ ആശ്രയിച്ചു പോയ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ളൊരു ചെറിയൊരു അറിവ് കൊണ്ട് ഞാൻ പോയതാ. ഫോൺ വിളിച്ച് സംസാരിച്ചതാ. പക്ഷെ എനിക്ക് അതിൽ നിന്ന് ഒരു സഹായവും കിട്ടിയില്ല. മാത്രമല്ല ഉള്ള വിഷമങ്ങള് കുറച്ചുകൂടി എരുതിയിൽ എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പൊ ഇനി ആരെയും വിളിക്കണ്ട. കാരണം ഇനി വിളിച്ചാൽ ഇനിയും ആരെങ്കിലും പരിചയമുള്ളവർ ആരെയും വിളിച്ചാല് ചിലപ്പോ എനിക്ക് കുറച്ചും കൂടി വിഷമമുണ്ടാവും. എന്നാൽ കുറച്ചേരം ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മൗനമായിട്ട് നിന്നിട്ട് ഈശോ എന്താ പറയണേ നോക്കട്ടെ ഞെരഞ്ഞെടുത്ത വചനമാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം കിട്ടിയ കാര്യം, ശാന്തതയില്ല എന്റെ മനസ്സിൽ. ഓൾറെഡി ശാന്തതയില്ല വെച്ചാൽ എന്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ്. ഭയങ്കര ആ അനുഭവം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. അത് ഒരു മനസ്സിന്റെ ശാന്തതയില്ലാത്ത അവസ്ഥയാണ്. അപ്പോ ആ വചനത്തിൽ ഞാനിങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നു. ശാന്തതയില്ല, ശരിയാണ് എനിക്ക് പക്ഷെ എനിക്ക് ശാന്തതയായിട്ട് ഇരിക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ശക്തിയില്ല കർത്താവെ. കർത്താവിന് ഇങ്ങനെയൊക്കെ പറയാം. ഞാനിപ്പോ അനുഭവിച്ച വിഷമം എനിക്ക് മാത്രം അറിഞ്ഞൂട്, ദൈവത്തിനറിയാം. പക്ഷെ എന്റെ ബുദ്ധിയോട് ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന് അങ്ങനെയൊക്കെ പറയാം. ഞാൻ പക്ഷെ ഭയങ്കര അസ്വസ്ഥമാണ് ഞാനിപ്പോ. പക്ഷെ അടുത്ത വചനം എന്നെ ഭയങ്കരമായിട്ട് ഒന്നുകൂടി സ്പർശിച്ചു. അവർ ഭൂമി അവകാശിയാക്കും, ഭൂമിയുടെ അവകാശം. അപ്പൊ ആ വചനം, അതായത് 2 വാക്കേ ഉള്ളൂവെങ്കിലും അതിന്റെ ആന്തരികാർത്ഥം എത്രമാത്രം വലുത്. അതായത് ഞാൻ പെട്ടെന്ന് എനിക്ക് ആ വചനത്തിൽ കൂടി ഭയങ്കര ഒരു ഹീലിംഗ് വന്നു. കാരണം ശാന്തത മൂലം ഭൂമിയെ അവകാശിയാക്കാൻ ദൈവം ഒരു വാഗ്ദാനം തരുന്നെങ്കിൽ ഭൂമിയുടെ അതിരുകളോ വിസ്തീർണമോ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനായിരിക്കുന്ന സ്പേസ് മാത്രം എനിക്ക് അറിഞ്ഞുള്ളൂ. അപ്പോ എന്റെ സ്ഥലത്തുനിന്ന് ഞാൻ പുറത്തെങ്കിലും പോകാറുമില്ല പതിയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ വലിപ്പം ഒന്നും അറിയില്ല. അപ്പൊ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ ഞാനിങ്ങനെ നമ്മളുടെ
മലയാറ്റൂരൊക്കെ പോകുമ്പോ അങ്ങനെയുള്ള കാട് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനിപ്പോ ഇങ്ങനെ നോക്കി ഈ കാടൊക്കെ ദൈവത്തിന്റെ അല്ലേ? ദൈവം എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും ഇപ്പൊ. പിന്നെ ഞാൻ എന്റേതായ ചിന്തകൾ ഇമാജിനൊക്കെ ആയിട്ടാണ്. ഇപ്പൊ ഒരു കുഞ്ഞി തുണ്ട് ഭൂമിക്ക് വേണ്ടി മനുഷ്യൻ എന്തോരം കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ അല്ലേ? പിന്നെ ഇങ്ങനെ ഞാൻ ഈ ബസ്സിലോ അല്ലെങ്കിൽ ഏതിലാണോ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഇത്രയും പ്രകൃതി സൗന്ദര്യമായിട്ടുള്ള ഈ സ്ഥലം മുഴുവൻ കർത്താവിന്റെ അല്ലേ? ഇങ്ങനെ ആലോചിക്കാൻ ആരും അവകാശം വന്ന് ചോദിക്കാൻ പറ്റില്ല. എങ്കിലും അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ പറയാം, പക്ഷെ ഇതിനൊക്കെ അവകാശികളുണ്ട്. ഭൂമിയിലെ ഓരോ തുണ്ട് ഭൂമിക്കും ദൈവം നിശ്ചിതമായ അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അവകാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദൈവം പറയണ ഇതിന്റെ പൂർണ്ണമായ ഈ ഭൂമിയുടെ സർവ്വ അതിരുകളും മനുഷ്യന്റെ കയ്യിലല്ല അവകാശപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓരോരോ കുഞ്ഞിപ്പോ 1 ഏക്കറോ 2 ഏക്കറോ അങ്ങനെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചും പാരമ്പര്യം അനുസരിച്ചും സമ്പത്തൊക്കെ അനുസരിച്ചും ആണ് അവരുടെ കയ്യിൽ. ചിലപ്പോൾ 2 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ് കൈവശപ്പെടുത്തിയത്. പക്ഷെ കർത്താവ് ഭൂമി മുഴുവനും അവകാശമാക്കും എന്ന് പറയണത്. അപ്പൊ അത് നമുക്ക് ചിന്തയ്ക്ക് അതീതമാണ്. അത് ഭൂമി അവകാശമാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന സ്പേസ് മാത്രമല്ല, ഭൂമി മുഴുവനെയും എന്റെ സ്വന്തമാക്കുക. അതായത് ഈ ഭൂമി മുഴുവനെയും സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ്? ദൈവം. ഭൂമിയുടെ ദൈവത്തെ ഞാൻ ഒരു അവകാശിയാക്കി മാറ്റും. ദൈവത്തെയാണ് ഞാൻ അതിന്റെ മറ്റൊരു ആന്തരിക അർത്ഥം എന്ന് പറഞ്ഞാല് ശാന്തതയോടുകൂടെ ആയിരിക്കുന്നവൻ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ കൂടി ഞാൻ അവകാശിയാക്കി മാറ്റും. ഞാൻ അവകാശപ്പെടുത്തുകയാണ്. അപ്പൊ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളു, പക്ഷെ അത് നമ്മുടെ സ്വന്തമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല ഈശോ ആ വചനത്തിൽ പോയി ഭൂമിയെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഭൂമി എവിടെ വേണമെങ്കിലും അധികാരപ്പെടുത്തുവാൻ ദൈവത്തിന് ഏതവസ്ഥയിലും നമ്മളെ സഹായിക്കാൻ സാധിക്കും. അപ്പൊ കാരണം ഇതിന്റെ ഉടമസ്ഥൻ മനുഷ്യരല്ല, പല പല കൈകളിൽ ചിന്നിച്ചിതിരി കിടക്കുന്ന ഒരു ആണെങ്കിലും ഒരു സുനാമി വന്നോ അല്ലെങ്കിൽ ഭൂചലനം വരുമോ അപ്പോഴൊക്കെ ഈ അവകാശികളൊക്കെ എടുത്തിട്ട് ഓടൂലേ? അത്രേ ഉള്ളൂ, എടുത്തിട്ട് ഓടും. കാരണം ജീവനാണ്, ഭൂമിയല്ല നേരം വലുത്. അവന്റെ ജീവനാണ്. അപ്പൊ ആർക്കും ഒരു ഉറപ്പൊന്നുമില്ല ഇത് സംരക്ഷിക്കാൻ. പക്ഷെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഉറപ്പ് സംരക്ഷിക്കാനും നിലനിർത്തുവാനും. അപ്പൊ ഈ ഒരു വചനം, ഈ ഒരു അറിവാണ് നമ്മളെ സഹായിച്ചത് അല്ലെ? ദൈവത്തെ കുറിച്ചുള്ള ആഴമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഈ ഒറ്റ സെന്റൻസ് കൊണ്ട് എനിക്ക് അന്നത്തെ ആ ദിവസത്തിന്റെ വിഷമം, ഒരു 3/4 മണിക്കൂറോളം ഞാൻ അനുഭവിച്ച വിഷമം ഈ വചനം തന്ന് ഒന്ന് സ്വസ്ഥമായിട്ടൊരു 10 മിനിറ്റ് ഇരുന്നപ്പോ എന്റെ കാര്യം ഓക്കെ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ അത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇങ്ങനെ പ്രയറും കാര്യങ്ങളും. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് ആയിരിക്കണതിന് നമ്മൾ അടുത്തൊന്നുമല്ല, പല പല സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഓരോരുത്തരും, പല പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, നേരത്തെ ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ ആ വചനം ഇന്ന് എനിക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന പല സങ്കടങ്ങളും ഒക്കെ നമ്മളെ വളർത്താനായിരുന്നു എന്നുള്ളത് ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ദൈവമടിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ അവകാശം പല മനുഷ്യരെയും ദൈവ കൃപയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാനുള്ള അവകാശം ഇൻക്ലൂഡഡ് ആണ്. എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചിന്തയാണ്. അപ്പോ ഈ ഒരു അറിവ് കൊണ്ടാണ് ദൈവത്തെ ആശ്രയിക്കണമെന്നുള്ള ഒരു അറിവ് കൊണ്ടാണ് ഞാൻ അതിനെ അതിജീവിച്ചത്. പക്ഷെ അതിനു മുമ്പും ഒരു കൃപയുള്ള ഒരു വ്യക്തിയെ വിളിച്ച് സംസാരിച്ചപ്പോ എനിക്ക്, കാരണം നമ്മൾക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ഭിക്ഷക്കാരെ പോലെ നിൽക്കുമ്പോൾ നമ്മളെ കിട്ടില്ല എന്ന് നമ്മളെ മനസ്സിലാക്കുകയും കിട്ടാൻ ഒരു വഴി മാത്രമേ ഉള്ളെന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഒരു അറിവുണ്ടല്ലോ, അതാണ് നമ്മളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഈ അറിവിലേക്കാണ് നമ്മൾ വളരേണ്ടതും തിരികെ നടക്കേണ്ടതും. അല്ലാതെ മനുഷ്യരിലേക്ക് നോക്കി മനുഷ്യരിൽ കൂടി കിട്ടുന്ന അറിവുകളോ കഴിവുകളോ നമ്മൾ ഒരിക്കലും പൂർണ്ണമായ അറിവിലേക്കും ദൈവിക കൃപയിലേക്കും വളർത്തും എന്നൊരു പ്രതീക്ഷയില്ല. കാരണം ഒരു കൃപയുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ
ആ വ്യക്തി ജീവിതകാലം മുഴുവനും ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. ഉണ്ടോ? നമ്മുടെ മക്കളുണ്ടാവില്ല, മാതാപിതാക്കളുണ്ടാവില്ല, ഭർത്താവാണെങ്കിൽ അതില്ല, ഭാര്യയാണെങ്കിൽ അതില്ല, ഉണ്ടാവുമെന്നൊരു ഉറപ്പുമില്ല. പക്ഷെ ആരുണ്ടാവുന്ന ഒരു ഉറപ്പുണ്ട്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. എന്റെ ക്രിയേറ്റർ, എന്നെ സൃഷ്ടിച്ച ദൈവം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പിന്റെ അറിവാണ് നമുക്ക് കൂടുതൽ നമ്മളെ ജീവിത മേഖലകളിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഇതിന്റെ സ്തോത്രഗീതം വായിക്കാം. ഇപ്പോൾ വായിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു മറിയം പറയുമ്പോൾ അത് ദൈവപുത്രനെ പ്രസവിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം. പക്ഷെ അമ്മ അതിനു മുമ്പ് ജനിക്കണം, ജീവിക്കണം, പ്രിപ്പയർഡ് ആവണം, അതിന് വേണ്ടി ദൈവത്തിന് സമർപ്പണം ചെയ്യണം, അല്ലേ? വേണ്ട. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഈ ഉദ്യമം ദൈവം മറിയത്തെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ മറിയം ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അല്ലെ? ചിന്തിച്ചിട്ടുണ്ടോ? ഈ മറിയം ഉണ്ടായിരുന്നു എന്ന കാലഘട്ടത്തില് മറിയത്തെ തള്ളിപ്പറയുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അല്ലെങ്കിൽ മറിയം ഈ കാര്യം ഏറ്റെടുത്തില്ലായിരുന്നു എങ്കിൽ എത്രയോ ഭീകരത ഈ ലോകത്തെ പിടികൂടുമായിരുന്നു. അപ്പൊ അത് നമ്മുടെ ചിന്തകൾ, കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് അതിനനുസരിച്ച് നിറവേറ്റണം എന്ന ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു മാനുഷികമായ ബുദ്ധിയുടെ തലം പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ വേണമെങ്കിൽ ദൈവം ബ്ലോക്ക് ചെയ്യാമായിരുന്നു, അല്ലെ? അല്ലെങ്കിൽ മറിയം അതിനെ അതിനോട് എന്തെങ്കിലും ഒരു നോ എന്ന് പറയാത്ത വിധത്തിലെങ്കിലും വിശ്വസപിതാവ് തന്റെ ജീവിതത്തിൽ മറിയത്തെ സ്വീകരിക്കുമ്പോൾ നോ എന്ന് പറയാൻ പറ്റാത്തൊരു ധർമ്മസങ്കടത്തിലേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെയും അത് ജീവിച്ച് ദൈവിക പദ്ധതി അതനുസരിച്ച് നടക്കണം. പക്ഷെ ഒരു സഹകരണം, ആത്മാർത്ഥമായ ഒരു സഹകരണം. ഇപ്പൊ നമ്മള് പല കുടുംബ ജീവിതങ്ങളിലും പുറമെ പലരും എന്നോട് ഷെയർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ഒരുമിച്ചൊക്കെ പോണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഭയങ്കര സ്നേഹവും ഭയങ്കര നല്ല കുടുംബമാണ്, നല്ല ഫാമിലിയാണ്, നമ്മള് നല്ല കപ്പിളാണെന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസികമായ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ നാട്ടുകാർക്കറിയില്ലല്ലോ എന്താണെന്ന്. വീട്ടിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർക്കറിയില്ല. അവരവരുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥ പെർഫെക്റ്റ് ആണ്. പക്ഷെ ഞങ്ങളുടെ വ്യക്തിത്വങ്ങളില് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് ജീവിക്കുന്നത്. പല അവസ്ഥകളിലും രണ്ടും രണ്ട് ദിക്കാണ്, രണ്ട് സ്വഭാവമാണ്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ്, ഒരു തരത്തിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത. പക്ഷെ പലപ്പോഴും ഡിവോഴ്സ് ചെയ്യാം എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്ന ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാരണം എന്താന്ന് വെച്ചാല്
ദൈവം ഏൽപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയുന്ന ആ കൽപ്പന ഓർത്ത്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ പ്രതി, അല്ലെങ്കിൽ ആ ഒരു ദൈവികമായ ഒരു ചെറിയ ഒരു കൃപയെ പ്രതി ആ വ്യക്തിയുടെ ഹൃദയത്തില് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബജീവിതത്തില് വേർപിരിയൽ എന്ന് പറഞ്ഞാല് അത്രമാത്രം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായതയുടെ ദുരന്തങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് അതിൽ നിന്നൊരു വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലേ അല്ലേ ആണോ? അതെ 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 അതെ. അപ്പോ അതായത് ഇപ്പൊ നമുക്കൊരു ബന്ധനം നമ്മുടെ ജീവിതത്തിൽ വരികയാണ്, നമുക്ക് അതിന് ഒരു വിടുതല് കിട്ടാൻ ഇപ്പൊ എത്ര റിച്ച് ആയിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിലും ചിലപ്പോ ചില ജീവിത സാഹചര്യങ്ങളില് മക്കളെ പ്രതിയോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ പ്രതി ഇതിൽ നിന്നൊരു വിടുതല് കിട്ടാൻ വേണ്ടി ഒരു സമയമാകുമ്പോഴേക്കും അവരുടെ കയ്യിലിരിക്കുന്ന ബുദ്ധിയും കഴിവൊന്നും ഉപയോഗപ്രദമല്ലാതെ ആകുമ്പോഴാണ് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു ഒരു അറിവ് വഴിയാണ്, അല്ലെങ്കിൽ ഒരു സഹായം വഴിയാണ് അവർക്ക് ആ മേഖലകളില് ദൈവം കരുണ കാണിക്കും, അല്ലെങ്കിൽ എന്താ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോ മറിയത്തിന്റെ ജീവിതത്തിൽ ഇത് എല്ലാം കൊടുത്തതിന് ശേഷം വളരെ ദുരിതപ്പെട്ട ജീവിതത്തിൽ ജീവിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ദൈവം മറിയത്തെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. പക്ഷെ മനുഷ്യന്റെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒട്ടുമിക്ക ജീവിതങ്ങൾക്കും, അതായത് ഒരു 90% ജീവിതങ്ങൾക്കും നല്ലൊരു ജീവിതം കൊടുത്തതിന് ശേഷം അവർ കളഞ്ഞു കുളിച്ചതിന് ശേഷമാണ് ഈ പ്രതിസന്ധിയിലേക്ക് വരുന്നത്. അല്ലേ ആണോ? നല്ലൊരു ജീവിതം ദൈവം കൊടുത്ത ചിലപ്പോ ഒരു എല്ലാവരും അങ്ങനെ ആണെന്നില്ല, എങ്കിലും ഒരു 80% ദൈവം നല്ലൊരു ജീവിതം കൊടുത്തതിന് ശേഷം പലപ്പോഴും എനിക്ക് പരിചയമുള്ളൊരു ഫാമിലി ഉണ്ട്. ആ കൊച്ചാണെങ്കിൽ വീട്ടില് ഒരു നിവൃത്തിയില്ലാത്ത കുട്ടിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ ഈ ചെറുക്കനാണെങ്കിൽ കുറെ പെൺകുട്ടികളൊക്കെ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. അവസാനം ഒരു നിവൃത്തിയില്ല, ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടണത് കേട്ടാന്നുള്ള രീതിയിലോട്ടായി. അപ്പോഴേക്കും ഇങ്ങനെ ഒരു ഫാമിലിയെ ആരോ വഴി പരിചയപ്പെട്ടു, അങ്ങനെ കല്യാണം നടത്തി. പക്ഷെ കല്യാണം നടത്തി കഴിഞ്ഞ ശേഷം ഇപ്പൊ ഈ ചെറുക്കൻ ഒരു കോൺട്രാക്ടറാണ്, നല്ലൊരു കോൺട്രാക്ടർ, നല്ലൊരു പയ്യനുമാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു കഴിവും ഒക്കെ കുടുംബത്തിനുണ്ട്. അപ്പോ ഈ പെൺകുട്ടി കയറി വന്നതിന് പിന്നെ കുറച്ചാളൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിന്റെ ആ ഒരു നിലപാടും മട്ടൊക്കെ മാറി. ആ ഒരു കുടില് പോലത്തെ വീട്ടിൽ നിന്നൊരു കൊട്ടാരത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ മട്ട് മൊത്തം മാറി. പിന്നെ ഭയങ്കര വീട്ടില് പ്രശ്നമായി, എന്താണ് എല്ലാം മൊത്തം പ്രശ്നങ്ങളായി. അപ്പോ അത് ഭയങ്കരമായിട്ട് ഒരു തരം കുടുംബജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുന്ന സമയം. അങ്ങനെ അപ്പൊ അതിന്റെ പെങ്ങള് എന്നോട് പരിചയമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കൊല്ലപ്പോഴേ കാണുമ്പോൾ ഇങ്ങനെ പറയും. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്, കല്യാണം ഇല്ല ആകാഞ്ഞപ്പോ അതായിരുന്നു പ്രശ്നം, ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ വേറെ പുതിയ പ്രശ്നം. അങ്ങനെ ഒരു ദിവസം ഞാനിപ്പോ ഇതിനെ കണ്ടു. ഞാൻ ഇതിനോടൊന്നും ചോദിക്കാനൊന്നും പോയില്ല. പക്ഷെ അവരുടെ ഏതോ ഒരു കാര്യത്തിന് അതായത് യൂണിറ്റിന്റെ റീഡിങ് വന്നു. ഓരോ ആഴ്ചയിലും ഓരോ യൂണിറ്റ് ഉണ്ടല്ലോ റീഡിങ്. അപ്പൊ അത് ബൈബിള് വായിക്കുന്നത് അതായിരുന്നു. അപ്പൊ ഇതിന്റെ ശബ്ദം എന്ന് വെച്ചാല് ഭയങ്കര ഒരു റഫായിട്ടുള്ള ഒരു ശബ്ദം. അപ്പൊ ഞാൻ അതാണെങ്കില് വായിക്കുന്നത് ഒരു ധാർഷ്ട്യത്തോടെ, അങ്ങനത്തെ ഒരു എന്തോ ഒരു ആ ശബ്ദത്തിൽ പോലും ആ സ്വഭാവത്തിന്റെ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് ഈ പെങ്ങളെ പിന്നെ ഒരു ദിവസം കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ബൈബിള് വായിച്ചപ്പോ തന്നെ ആ സ്വഭാവ അവസ്ഥ അത് ആ ശബ്ദത്തിൽ കൂടി തന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോ അത് എന്നോട് പറഞ്ഞു, അന്നത്തെ ആ റീഡിങ്ങിന് ശേഷം പലരും അങ്ങനെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് വന്നാണെങ്കിലും അവളുടെ സ്വഭാവം മൊത്തം മാറി. ഇത് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, അതൊക്കെ മാറും, പറ്റിയെങ്കിലും ഒരു ധ്യാനമൊക്കെ കൂടിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് ഒരു ചെറിയ ആശ്വാസം കൊടുത്തു. പിന്നെ അത് എപ്പോഴോ അത് മനസ്സിലായി, ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ മനസ്സിലായിട്ടെന്ന് തോന്നുന്നു. പിന്നെ
അത് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ മുഖമൊക്കെ മാറി ഒരു നല്ലൊരു ഇതിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴും ഒരിക്കലും ഒരു ദിവസം റീഡിങ്ങിന് കയറി കുർബാനയുടെ ഇടയിൽ. അപ്പൊ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച്, കാരണം ഈ കക്ഷിയെ നമുക്കൊരു ഇത് പരിചയവും ഇങ്ങനെ കാര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് ശ്രദ്ധിച്ചു. പക്ഷെ ഈ കൊച്ചിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നപ്പോ ശബ്ദത്തിനൊരു മാറ്റം, നല്ല ക്ലാരിറ്റി, നല്ല കേൾക്കാൻ തന്നെ ഭയങ്കര ഒരു സുഖമുള്ള ഒരു വായനയുമായിരുന്നു. അപ്പോ ഒരു വ്യക്തി തന്നെയാണ്, പക്ഷെ എന്താണ് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത്. അപ്പോ ദൈവീക ചൈതന്യം നമ്മളിൽ ഉള്ളപ്പോൾ ഉള്ളതും ഇല്ലാത്തപ്പോ നമ്മളിൽ നിന്ന് വരുന്നതുമായ പല പല അവസ്ഥകൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ മറിയം തന്റെ ജീവിതത്തിൽ മുഴുവനും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരേ അവസ്ഥയിൽ തന്നെയാണ് പോയത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളുടെ ജീവിതത്തില് ഈശോയെ സ്നേഹിക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകാമെന്ന് ആരും വിചാരിക്കരുത്. വളരെ ബുദ്ധിമുട്ടിൽ കൂടി പോകും. കാരണം കർത്താവ് പറയണത് നിന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാൻ. അപ്പൊ ഈശോയെ സ്നേഹിക്കുമ്പോ ഈശോ മനുഷ്യരെ സ്നേഹിച്ചപ്പോ ഈശോയ്ക്ക് കൊടുത്തതും കുരിശുകളും നിന്ദനങ്ങളും അപമാനങ്ങളും അപവാദങ്ങളും സമയം പ്രവാചകൻ ഒരു വിവാദ വിഷയമായി മാറും എന്ന് പറഞ്ഞ പോലെ ഈശോ അതങ്ങനെ വിവാദ വിഷയം തന്നെ ആയി മാറി. അപ്പൊ ഈശോയെ ഞാനും നിങ്ങളൊക്കെ സ്നേഹിച്ച് തുടങ്ങുമ്പോ ഞാനും നിങ്ങളൊക്കെ ഒരു വിവാദ വിഷയമായി സമൂഹത്തിൽ മാറുന്നുണ്ടോ എന്നുകൂടി നോക്കുമ്പോ ശരിക്കും ആ ഒരു അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ അതിന്റെ ഒരു കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? കേൾക്കാലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് കേൾക്കുന്നു. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഈശോയെ സ്നേഹിച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ശക്തനായവൻ വലിയ കാര്യങ്ങൾ, അതായത് ഞാൻ ചിന്തിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ അപ്പുറമായിട്ട് ദൈവം പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ മേഖല ഞാൻ വെറുതെ നിന്ന് കൊടുത്താൽ മതി, ദൈവം എല്ലാം ക്രമീകരിക്കും. പണ്ട് എനിക്ക് ഈ ഫോൺ തന്നെ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഫോൺ എങ്ങനെയാണ് പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോ അവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്ക് നല്ലൊരു സമയം ഫോണിൽ തന്നെ, പിന്നെ സൂം എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ഉപയോഗപ്രദമായ നല്ലൊരു ആപ്പാണെന്ന് പോലും എനിക്കറിയില്ല. എന്താ ഇത് എന്ന് പോലും അറിയാത്ത ഒരാള് ഇന്ന് ഒരു 9-10 മണിക്കൂറെങ്കിലും പല ടൈമുകളിലായിട്ട് നമുക്ക് പ്രയർ നടത്താൻ സ്വന്തമായിട്ടൊരു സൂം തന്നു. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ എന്താണ് ശക്തനായ മറിയത്തിന് കൊടുത്ത അതിന്റെ ഒരു അംശം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ, അതായത് എനിക്ക് സാധിക്കുമോ എന്ന് ഞാനിപ്പോ കഴിഞ്ഞ നമ്മളുടെ ഫുഡിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഭക്ഷണമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഒരു എഫേർട്ടുള്ള ഒരു പണി തന്നെയാണ്. കാരണം അത് റെഡിയാക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതിനുവേണ്ടി സഹായികൾ ഇങ്ങനെ വേണം. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കർത്താവ് ആ ഒരു കാര്യം നിനക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് എനിക്കൊരു അനുഭവം തന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് എനിക്കെന്ത് ചിന്ത തന്നാലും ഞാനത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ബൈബിള് ഒരു ദിവസം എഴുതാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറച്ചു നാളെ ഓർക്കണത് യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എഴുതണം, കൈകൊണ്ട് എഴുതണം എന്നിങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ അത് ഞാൻ അങ്ങനെ എഴുതിയ ഒരു 2-3 അധ്യായം കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നീ ഒറ്റക്കാണോ അത് എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല, ഒറ്റക്കാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നീ വേറെ ആരോടും പറയാത്ത എന്താ? ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലേ എന്നിങ്ങനെ ചിന്തിച്ചപ്പോ ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞു. അങ്ങനെ 10-35ഓളം ആൾക്കാര് അത് ഏറ്റെടുത്തു, എഴുതി. അപ്പൊ ശക്തനായ ഇതിന്റെയൊക്കെ പുറകിൽ എന്താണ്? ദൈവീയ പ്രചോദനങ്ങളുടെ പുറകില് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുവദിക്കുന്ന കൃപകളുടെ ഒരു പുഷിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഒരു പിൻബലമാണ്, അല്ലെ? അതുപോലെ എന്ത് കാര്യം ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യം, ഇപ്പൊ ഞാൻ എന്റെ പാട്ടിന്റെ മേഖലയാണെങ്കിൽ പാട്ട് എന്ന് പറയുന്ന സംഭവം വെറുതെ നമുക്ക് ഒന്നും നടക്കില്ല. പക്ഷെ ഞാൻ പാട്ടെന്നുള്ള സംഭവത്തിന് ഒരു കാര്യവും അധ്വാനിച്ചിട്ടില്ല. പലപ്പോഴും ഇപ്പോഴും പാടുമ്പോ എനിക്ക് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്.
പക്ഷെ എങ്കിലും ദൈവത്തിന്റെ കൈകളിലാണ് ഞാൻ സുരക്ഷിതരാണെന്നുള്ള ആ ഒരു വിശ്വാസം പലപ്പോഴും എൻ്റെ ഓരോ പാട്ടുകളിലും കർത്താവ് അനുഗ്രഹിച്ചാണ് എന്നെ മുന്നോട്ട് പോയത്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്ന് വെച്ചാൽ ഞാൻ പാടുന്നത് മറ്റുള്ളവർ ആസ്വദിക്കുന്നുണ്ടോ, കേൾക്കുമ്പോ എന്താണ് അവരുടെ റെസ്പോൺസ്. പക്ഷെ അന്നൊക്കെ എന്നെ കേൾക്കുന്നവര് നല്ലതാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ എന്റെ കൂട്ടത്തിലൊരു കൊടുത്തിട്ട് വലിക്കുന്ന ഒരു ഡയലോഗും വിടും. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതിൽ ഞാൻ സന്തോഷിക്കാതിരിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിൽ കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പണ്ട് ഞാൻ എന്റെ ശബ്ദത്തെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, കർത്താവ് ആ ശബ്ദത്തെ അനുഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം, എന്നല്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ ശബ്ദത്തിൽ കൂടി പല കാര്യങ്ങളും ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അതിൽ എനിക്ക് ദൈവത്തിന്റെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നത് കൊണ്ടാണ്, അതിൽ കൂടി ഒരു മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുന്നത് കൊണ്ടാണ് പലതും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിപ്പോ എന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളും അത് അപ്പൊ എനിക്കും ചെയ്യുവാൻ സാധിക്കും. കാരണം നമ്മൾ ഒരു ടെസ്റ്റ് മണി പറയുമ്പോൾ അത് ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന ഓരോ മഹത്വത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്, അല്ലെ? ഓരോ ടെസ്റ്റ് മണിയുടെയും ഉള്ളിലും അകത്തും പുറത്തുമൊക്കെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തിയാണ് പ്രകടമാകുന്നത്. അപ്പോ നമുക്ക് പ്രത്യാശയോടുകൂടെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവിക ശക്തിയുടെ ഒരു അവകാശി നമ്മൾ ഓരോരുത്തരും. ദൈവിക ശക്തിയുടെ ഓരോ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ആദ്യം നിസ്സാരതയെ നമ്മൾ ഓൾറെഡി അംഗീകരിക്കണം. പലപ്പോഴും ഇന്ന് വരെ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് സംതൃപ്തി കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെ എന്ത് ചെയ്താലും അതിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ചെയ്യാമായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോ കാരണം അതിന്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നതിന്റെ കാര്യം അതിൽ നീ അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പില്ല. അത് ചെയ്തത്രയും ദൈവത്തിന്റെ കരുണയുടെ പ്രവൃത്തി അല്ലെങ്കിൽ ശക്തിയുടെ പ്രവൃത്തി, മഹത്വത്തിന്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ വ്യക്തിപരമായി വ്യക്തമായൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ മറിയം പറഞ്ഞ പോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ കഴിവില്ല. കർത്താവിന്റെ ശക്തി എന്റെ ജീവിതത്തിലേക്ക് വരണം. അപ്പോ മറിയത്തിന്റെ ജീവിതം നമ്മളെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാനൊരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മയെ മാതാവേ, അമ്മയുടെ മക്കൾ, ഇപ്പൊ ഞാനിപ്പോ നല്ലൊരു കുടുംബിനിയാണെങ്കിൽ നമ്മുടെ മക്കള് നമ്മളുടെ ആ ഒരു ജീവിത ശൈലി കാണുന്നുണ്ട്. പക്ഷെ അവര് എന്ത് ചെയ്യണം? അത് അനുകരിക്കാനായിട്ട് അതവര് സ്വീകരിക്കണം, അല്ലെ? സ്വീകരിക്കണം. ഞാനിപ്പോ പല മക്കളോട് പറയാറുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ ഈ അതായത് ദാനധർമ്മം ചെയ്യുന്ന കാര്യത്തില് ഇപ്പൊ സാധിക്കുന്ന പോലെ അവരെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കാറുണ്ട്. ഇപ്പൊ വീടുകളില് ഭിക്ഷക്കാരൊന്നും ഇപ്പൊ അങ്ങനെ കാണാറില്ല. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ വരുമായിരുന്നു. അപ്പോ പിള്ളേർ അങ്ങനെ ഇപ്പൊ അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ശീലത്തെ കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് കൊടുക്കാനുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. ഇപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിൽ അമ്മക്ക് എന്താ അത് കൊടുത്താൽ, അമ്മ ഇത്രയും പ്രാർത്ഥിക്കുന്ന ആളല്ലേ, നമുക്ക് കൊടുത്താൽ എന്താ എന്നവർ എന്നോട് പറഞ്ഞ് എന്നോട് തട്ടിക്കയറും. അപ്പോ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു തിരിച്ചറിവിന്റെ സമയമൊക്കെ ആവാം. അപ്പൊ നമ്മൾ പറയുന്നത് അല്ല, പ്രവർത്തിക്കുന്നതിലും അതിന്റെ സത്യസന്ധത ഉണ്ടാവണം. അപ്പോ മറിയം പറയുന്നതിൽ മാത്രമല്ല, മറിയം ജീവിച്ചതിൽ പൂർണ്ണതയുണ്ട്, പറഞ്ഞതിൽ പൂർണ്ണതയുണ്ട്. അത് കാരണം എന്താ? ഈശോ അങ്ങനെയാണ് മറിയത്തെ നിലനിർത്തിയത്. അതുപോലെ തന്നെ ഈശോയെ വളർത്തിയ മറിയവും അങ്ങനെ തന്നെയാണ് പ്രായത്തിലും ജ്ഞാനത്തിലും പൂർണ്ണതയിലാണ് അമ്മ ഈശോയെയും വളർത്തിയത്. അപ്പോൾ അതേ ലെവലിൽ തന്നെ ഈശോയും മറിയവും നമ്മളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മേന്മ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരിലേക്കും അത് പ്രകടമാകാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി അനുഭവിക്കുവാനായിട്ട്
ഇടയാകുമ്പോഴാണ് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പ്രഘോഷിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഭക്തനായവൻ എന്റെ ജീവിതത്തിലും ദൈവമേ എന്റെ ഈ ബുദ്ധിയും ബോധവും കെട്ടുപോകുന്നതിന് മുമ്പ് അതെല്ലാം മനസ്സിലാക്കി എന്നെ കൊണ്ട് സാധിക്കുന്ന സാഹചര്യങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ, ഹൃദയപൂർവ്വം അതിനു വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ, ഒന്നും ആഗ്രഹിക്കണ്ട. കൊടുക്കാനുള്ള ഒരു ആഗ്രഹമുള്ളവർക്ക് ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞാല് സ്നേഹം സർവ്വതും സ്വീകരിക്കുന്നു എന്നാ പറയുന്നത്. സർവ്വത്, അതായത് എല്ലാ നിന്ദനവും എല്ലാ അപമാനങ്ങളും സ്വീകരിക്കുന്നു. പക്ഷെ സ്നേഹം ഒന്നിനെ കുറിച്ചും പരാതിപ്പെടുന്നില്ല, അതുപോലെ അസൂയപ്പെടുന്നില്ല. ഒന്നിന് കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ആ സ്നേഹം. സർവോത്കൃഷ്ടം എന്ന വചനം ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഹൃദയത്തില് സൂക്ഷിക്കേണ്ട ഒരു വചനഭാഗമാണ്. ആ ഒരു വചനഭാഗം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മേഖലകളില് വ്യക്തതയുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തില് പല സമയങ്ങളിൽ നമ്മൾ ഒത്തിരി നന്മകളൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് വിഷമങ്ങൾ, വേദനകളൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആ വചനത്തിലുണ്ട്. ആ വചനത്തെ പൂർണ്ണമായി ജീവിച്ച് കാണിച്ച മറിയത്തിലുണ്ട്, ഈശോയിലുണ്ട്, വിശുദ്ധരിലുണ്ട്. അപ്പോ ഇതെല്ലാം ഉള്ളത് എന്റെ ചിന്തകൾ കൊണ്ട്, അറിവുകൾ കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് എന്നിലുമുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പാപ്പായുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി സ്വർഗ്ഗസ്ഥനായ